Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ? Yes, ma'am. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? പാരന്റ്സ് പറഞ്ഞായിരുന്നോ നമ്മള്? പാരന്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു സ്ലൈഡിൽ പാരന്റ്സ് പറഞ്ഞായിരുന്നോ? ഓർമ്മയുണ്ടോ? എവിടം വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? പാരന്റ്സ് ആണ് ഇനി പറയാനുള്ളത്, മാം. പാരന്റ്സ് ആണ് പറയാനുള്ളത് അല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പാരന്റ്സിനെ സ്കൂളുകാര് എന്താ പറയാ, സ്കൂളിന്റെ മാനേജ്മെന്റ് കസ്റ്റമേഴ്സിനെ പോലെ ആയിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പണ്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. പണ്ട് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് ഭയങ്കര പേടിച്ചിട്ടായിരിക്കും സ്കൂളിലേക്ക് വരിക. കാരണം കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താലോ, എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും എക്സാമിനേഷൻ മാർക്ക് കുറഞ്ഞാലോ ഒക്കെ എന്ത് ചെയ്യാണ്? പാരന്റ്സിനെ വിളിപ്പിക്കും അല്ലെ? പാരന്റ്സിനെ വിളിപ്പിച്ചിട്ട് അവരെ ഷൗട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അപ്പൊ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആ ഒരു ഇതായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം എന്താണ്? ഡിഫറെന്റ് ആണ്. കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഡിഫറെന്റ് ആണെന്ന് പറയുന്നേ? മാം, ഞാൻ കണ്ടത് വെച്ചിട്ടെ ഇപ്പൊ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാ. ഇപ്പൊ വാട്സപ്പും അത് ഇതൊക്കെ വന്നേ പിന്നെ നിരന്തരം കുട്ടികളുടെ കാര്യമൊക്കെ ഈ വാട്സപ്പിലൂടെയും കോളിലൂടെയും ഒക്കെ നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ചെന്ന് അന്വേഷിക്കാനുള്ള ഫെസിലിറ്റീസ് ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി. ഇപ്പൊ കൊച്ചിന് മാർക്ക് കുറഞ്ഞാൽ തന്നെ ടീച്ചേഴ്സിനോട് ചെന്ന് ഇപ്പൊ പാരന്റ്സ് ചോദിക്കാൻ എന്റെ കുട്ടിക്ക് എന്താ മാർക്ക് കുറഞ്ഞ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പരാതി ടീച്ചറിനുള്ള നിലയിൽ നമ്മൾ എന്തെങ്കിലും പരാതി പറയുകയാണെങ്കിൽ പാരന്റ്സ് ഇങ്ങോട്ടേക്ക് തട്ടിക്കയറാ. അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്, എല്ലാവരുമായിട്ട് നല്ല കോപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ടീച്ചേഴ്സിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് ടീച്ചർമാർ എന്ത് ചെയ്യാറുണ്ട്? പല സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു പല എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ചില സ്ഥാപനങ്ങളുണ്ട്, അവിടേക്കൊക്കെ ടീച്ചേഴ്സിനെ കൊണ്ടുപോകാറുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ട്രെയിനിങ്ങിൽ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് കുട്ടികളെ എങ്ങനെയാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരെ ഡീൽ ചെയ്യേണ്ടത്, അവരുടെ പാരന്റ്സിനെ എങ്ങനെയാണ് നല്ല കസ്റ്റമേഴ്സിനെ പോലെ അല്ലെങ്കിൽ എന്താ പറയാ രാജാക്കന്മാരെ പോലെ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ട്രെയിനിങ് എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്കൂളുകളിൽ ഒരു സമ്പ്രദായം കുറെ നാളായിട്ട് വന്നിട്ട്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു പഠനം ആ ഒരു നമ്മുടെ പ്രീ സ്കൂൾ അല്ലെങ്കിൽ UP ഹൈസ്കൂൾ ആ കാലഘട്ടങ്ങളൊക്കെ ഒന്ന് കടന്നു വരുമ്പോഴത്തേനും പുതിയൊരു സമ്പ്രദായം സ്കൂളുകളിൽ രൂപപ്പെട്ടു. എല്ലാവരെയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് കാണണം. അത് കുട്ടികളോടായാലും കുട്ടികളെ ശിക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, പാരന്റ്സിനെ ബോധവൽക്കരിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർമാർക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള പല ട്രെയിനിങ് പ്രോഗ്രാമുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ നമ്മൾ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് അവരാണ് എന്ത് ചെയ്യുക? ഷൗട്ട് ചെയ്യുക. പാരന്റ്സ് എന്തെങ്കിലും ഒരു കാര്യം കുട്ടിയെ ശിക്ഷിച്ചു എന്നൊരു വാർത്ത അല്ലെങ്കിൽ അവരുടെ അടുത്ത് കുട്ടി വന്ന് പറയാണ് കുട്ടിയെ ശിക്ഷിച്ചു എന്ന് വന്ന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? പാരന്റ്സ് സ്കൂളുകാർക്കെതിരെ കേസ് കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് ഷൗട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ നടക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ് ആണ്. പണ്ട് പാരന്റ്സ് ആണ് പേടിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്കൂളിന്റെ മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുക? പേടിക്കുക. ആരെയാ? പാരന്റ്സിനെ. അപ്പൊ ആ ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമ്മളെ വളരെ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിലല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു സമ്പ്രദായം തന്നെയാണ് ഇപ്പൊ സ്കൂളുകളിൽ ഫോളോ അപ്പ് ചെയ്യുന്നത് കേട്ടോ. വലിയ വലിയ സ്കൂളുകളിലൊക്കെ അങ്ങനെയാണ്, നമ്മളെ നല്ല രീതിയിലാണ്
റീഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു പാരന്റ്സ് എന്ന് പറയുന്ന ഒരു പാരാഗ്രാഫിൽ അതാണ് പറയുന്നത് കേട്ടോ. then അടുത്തത് ചിൽഡ്രൻ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്താ സാധുന ചിൽഡ്രൻ എന്താ പറയുന്നേ? ആ ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നേ സഹദോന? ഫോൺ ഹാങ് ആയിപ്പോയി, അതിനിടയ്ക്ക് കൂടെ മേക്ക് ഓൺ ആക്കാൻ പറ്റുണ്ടായില്ല. ഞാൻ വായിച്ചു തീർന്നില്ല, ഫോൺ ഹാങ് ആയിട്ടിരിക്കുവായിരുന്നു കുറച്ചു നേരം, വായിച്ചില്ല. വായിച്ചിട്ടില്ല? ഓക്കെ ഓക്കെ, ഹാങ് ആയിപ്പോയി. വായിച്ചു കഴിഞ്ഞവർക്ക് പറയാം കേട്ടോ. ഇന്നത്തെ കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അവരെ ആരും മോണിറ്ററിങ് ചെയ്യുന്നതോ അവരെ ആരും അഡ്വൈസ് ചെയ്യുന്നതൊന്നും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. എപ്പോഴും അവരുടെ പുറകെ നടന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇന്നത് കാര്യങ്ങൾ ചെയ്യണം, ഇതുപോലെ വേണം ചെയ്യുന്നത് എന്നൊക്കെ. ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ആര് പറഞ്ഞാലും അവർക്ക് അതൊക്കെ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പോഴത്തേത്. അവർക്ക് അവരുടേതായ ഒരു പ്ലാനിങ്ങും കുറെ കാര്യങ്ങളിൽ അവർക്കായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം ചില കുട്ടികൾ അത് അവര് എടുത്ത തീരുമാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് തിരുത്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനൊന്നും പറ്റുന്ന ഒരു ജനറേഷൻ അല്ല ഇന്നത്തേത്. പണ്ടുള്ള കാലം പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് നമ്മൾ അതിനപ്പുറം പോവില്ല. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് അതുപോലെ അനുസരിച്ച് ഒക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികളെ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരുടെ വഴിയിൽ എങ്ങനെയാണോ അവരുടെ രീതി എങ്ങനെയാണോ അതിലൂടെ പോയി മാത്രമേ ഇപ്പോഴുള്ള കുട്ടികളോട് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. കാരണം ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ വിഷ്വൽ മീഡിയ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലായാലും അവർ കാണുന്ന കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അവര് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ജീവിതം പോലും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ എല്ലാം ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമകളാണെങ്കിലും എല്ലാം അവർ കാണുന്നതെല്ലാം ആ രീതിയിലുള്ള വിഷ്വലൈസേഷനൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവര് വളരാനും ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ സോഷ്യൽ മീഡിയയുടെയും ഇപ്പൊ ഇന്നത്തെ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളെല്ലാം കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതിൽ കാണുന്ന രീതിയിലൊക്കെയാണ് അവരിന്ന് നമ്മളോട് സംസാരിക്കുന്നത് പോലും. അപ്പോൾ അങ്ങനെ ആ കുട്ടികളെ അവരുടെ രീതിയിൽ ചെന്നിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇന്ന് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും LKG UKG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും
അവർക്ക് അവരുടേതായ ഇന്നത്തെ കുട്ടികൾക്കെല്ലാം സ്വന്തമായിട്ടൊരു നിലപാടുണ്ട്, അവർക്കൊരു അഭിപ്രായമുണ്ട്. നമുക്ക് അവരെ തിരുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടുള്ളത്. കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അധ്യാപകര് കുട്ടികളുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തണം. എല്ലാ കാര്യങ്ങളിലും അവര് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവണ്ടോ, അതുപോലെ തന്നെ കുട്ടികൾ യൂണിഫോം കറക്റ്റ് ആയിട്ടാണോ ധരിച്ചിട്ട് വന്നിട്ടുള്ളത്, അങ്ങനെ ധരിക്കാതെ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളെ അറിയിക്കണം. നമ്മളിപ്പോ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ക്ലാസ്സിൽ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഓരോ ക്ലാസ്സിനും ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതുവഴി അന്നത്തെ എല്ലാ കാര്യങ്ങളും ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാത്തത്, അതുപോലെ തന്നെ യൂണിഫോം ഇന്ന രീതിയിൽ ധരിച്ചുകൊണ്ടും വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളെ അറിയിക്കേണ്ട. അതുപോലെ തന്നെ കുട്ടികളോടും നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പൊ അധ്യാപകരും പെരുമാറണത്. ഓരോ കുട്ടികളുടെ കാര്യങ്ങളും അധ്യാപകര് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞാണ് ഇപ്പൊ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോണത്. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ. നിങ്ങൾക്ക് എന്താണ് ഇത് വായിച്ചിട്ട് മനസ്സിലായത്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, എന്ന് നിങ്ങൾ കാണുന്ന സ്കൂളിന്റെ പ്രവണത എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേട്ട് നേരം കരയും, അത് കഴിഞ്ഞാൽ പഴയതുപോലെ ആവും, അങ്ങനെയൊക്കെയാ. ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യ, അങ്ങനെയൊക്കെയുള്ള വഴിയിലേക്ക് പിള്ളേരെല്ലാം സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അതിനകത്ത് പറയുന്നത് നോക്കാം. ടീച്ചിങ് പ്രൊഫഷന്റെ എയിം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുട്ടികളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ എന്താ പറയാ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക, അവരെ മാനേഴ്സ് പഠിപ്പിക്കുക, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിപ്പിക്കുക, അല്ലാതെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പെരുമാറേണ്ടത്, ബിഹേവിയർ എങ്ങനെയാവണം, ഡിസിപ്ലിൻ എങ്ങനെയാകണം, അങ്ങനെയുള്ള കാര്യങ്ങള് പഠിപ്പിച്ച് ടീച്ചർ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, കുട്ടികൾ നമ്മളുടെ കൂടെ എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. അങ്ങനെ തന്നെയല്ല, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അത് പാരന്റ്സും ചിൽഡ്രൻസും തമ്മിലാവട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സും ചിൽഡ്രൻസും തമ്മിലാവട്ടെ, എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ അനുസരിക്കുകയും അവര് നല്ലൊരു രീതിയിൽ വളർന്നു വരികയും ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഈ സ്കൂളില് കുട്ടികള് ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മളിപ്പോ നിങ്ങള് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ട്, അവര് സ്കൂളിൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും, വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ഏത് ചാപ്റ്റർ ആണ് എടുത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ് പഠിപ്പിച്ചത്, അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവാം കുഞ്ഞുങ്ങളോട്, അപ്പൊ ഒരു മറുപടി പറയുന്നുണ്ടാവാം. അതുപോലെ തന്നെ അവരോരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ. അവരുടെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോ നിങ്ങളുടെ കുട്ടി വന്ന് പറയാണ്, എന്റെ അടുത്തിരിക്കുന്ന എന്താ പറയാ എന്റെ ഫ്രണ്ട് ഇന്ന ഡ്രസ്സാണ് ഇത് ധരിച്ചു വന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു, അവള് കുറെ ചോക്ലേറ്റ് കൊണ്ടുവന്നു, അവളുടെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നു, അപ്പൊ കുറച്ച് സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നു, അല്ലെങ്കിൽ അവള് പുതിയ വള ഇട്ടു, അല്ലെങ്കിൽ പുതിയ മാല ഇട്ടു, പുതിയ ഷൂ ഇട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളോട് വന്ന് പറയാറുണ്ട് ഇല്ലേ? പറയാറില്ല നിങ്ങളോട്? ഉണ്ടല്ലേ. അപ്പോ പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ഇവരെ വാച്ച് ചെയ്യാറുണ്ട്. കുട്ടികളെ ഓരോ കാര്യങ്ങൾക്ക്, അവർ പഠിക്കുന്ന കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, പാരന്റ്സ് ചോദിക്കുകയും അവരെ വാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവിടെ പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാല്, ടീച്ചർ പറയുന്ന കാര്യം അതിപ്പോ വെർബലി ആവാം, ഓറലി ആവാം, അല്ലെങ്കിൽ റിട്ടേൺ ആകാം. ചില കാര്യങ്ങൾ കുട്ടികളോട് പറയുമല്ലോ ടീച്ചർ, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോ വേണമെങ്കിൽ ഒരു എന്താ പറയാ എഴുതിയായിരിക്കാം ചിലപ്പോൾ വീട്ടിലേക്ക് കൊടുത്തു വിടുന്നത്, ഇന്ന കാര്യം ഇന്ന ദിവസം മീറ്റിംഗ് ആണ്, അപ്പൊ പാരന്റ്സിനോട് വരാനായിട്ട് പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ എന്ത് ചെയ്യും, കുട്ടികളോട് പറയും. ടീച്ചറാണ് അത് പറയാം, ക്ലാസ് ടീച്ചറാണ് അവിടെയുള്ള ഓരോ കുട്ടികളോടും ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, അത് വീട്ടിൽ വന്ന് പറയും.
അല്ലെ? പാരന്റ്സിനോട് പറയുമ്പോൾ ഇന്ന ദിവസം അമ്മ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്ന തീയതിയാണ്, അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളോടൊന്ന് പറയും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ അത് അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് വാട്സപ്പിലും മറ്റുമൊക്കെ എന്താണ് ഈ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. ഇന്ന ദിവസം ഈ ഡേറ്റിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അപ്പൊ എല്ലാവരും വന്ന് പങ്കെടുക്കണം എന്നൊക്കെ ടീച്ചർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ഉച്ചഭക്ഷണം നാളെ ഉച്ചഭക്ഷണം ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളോട് പറഞ്ഞു വിടാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന ദിവസം ഇവിടുന്ന് ടൂർ പോകുന്നുണ്ട്, ആർക്കൊക്കെയാണ് താല്പര്യം, വീട്ടില് ചോദിച്ചിട്ട് പാരന്റ്സിനോട് അഭിപ്രായം ചോദിച്ചിട്ട് പേര് കൊടുക്കാനായിട്ട് പറയും. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് കേൾക്കുകയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പാരന്റ്സിനോട് വന്ന് അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്താണ് അവർ കേൾക്കുന്നുണ്ട്. അതിപ്പോ നല്ല കാര്യമാവട്ടെ ചീത്ത കാര്യമാവട്ടെ, എന്തെങ്കിലും മിസ്റ്റേക്ക് മൂലം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തെറ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടായി സംസാരിക്കുകയോ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ ഇതങ്ങനെ തന്നെ ക്യാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, പാരന്റ്സ് പറയും. അത് ഇപ്പൊ അത് മാത്രമല്ല, ഈവൻ നിങ്ങളുടെ ഡ്രസ്സ് പോലും, ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സിങ് രീതി എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് റൂമിലേക്ക് വരുന്നത്, നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ് വരുന്നത്, നല്ല നീറ്റ് ആയിട്ട് എന്താ പറയാ നല്ല ഭംഗിയിൽ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടായിരിക്കും നിങ്ങൾ, നമുക്കറിയാലോ എങ്ങനെയാണ് ഒരു ടീച്ചർ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് വരേണ്ടതെന്ന് നമുക്കറിയാലോ. അപ്പൊ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളായാലും നമ്മള് ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർമാരുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ടീച്ചർമാരുണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലേ? എന്തുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെടാൻ കാരണം? അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കോ ഇഷ്ടപ്പെടാൻ കാരണം? നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നുണ്ട്. എന്താ? നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഇടപെടുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഓക്കെ. പിന്നെന്താണ്? ഡ്രസ്സിങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ? ചേരുന്ന ഡ്രസ്സ്, അതിന് ചേരുന്ന ബ്ലൗസ്, അതിന് ചേരുന്ന മാല, ഹെയർ സ്റ്റൈൽ അടിപൊളി. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ നോക്കും, അടിമുതൽ മോള് വരെ നോക്കും. പ്രത്യേക ഒരു മണമായിരിക്കും അവർക്ക്, ഒരു സ്പ്രേ അടിക്കും, നല്ല രസമായിരിക്കും അവരുടെ അടുത്ത് നിൽക്കാനും. അവർ സംസാരിക്കുമ്പോ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടായിരിക്കും നിക്കണേ. അതാണ് പറഞ്ഞത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും ഏതെങ്കിലും ഒരു ടീച്ചർ അവർക്ക് മറക്കാൻ പറ്റാത്ത. അത് ഇപ്പോ എന്താ പറയാ, രണ്ട് രീതിയിലാവാം. ഒന്നില്ലെങ്കിൽ റോൾ മോഡൽ ആയിട്ട് എടുത്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിക്കാത്ത കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്ത് നമ്മളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ നല്ല രീതിയിൽ സക്സസ് ആക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അത് വേറൊരു കാറ്റഗറിയാണ്. അല്ലാതെ തന്നെ നമ്മള് ചില ടീച്ചർമാര് ഇപ്പൊ എന്താ പറയുക, ഗസ്റ്റ് ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് കുറച്ച് ചില ടീച്ചർമാര് വരാറുണ്ട് ഒരു പീരീഡ് ഓഫ് ടൈമില്. അപ്പൊ അവര് വരുമ്പോൾ നമ്മള് കുറെ കാലം കഴിഞ്ഞാൽ കൂടി നമ്മളവര് മറക്കാറില്ല. കാരണം അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ ആ ഒരു എന്താ പറയാ, അവര് വരുന്ന അവരുടെ ആ ഒരു രീതി, അവരുടെ സംസാരം, അതൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു ടീച്ചർ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഒരുങ്ങി വരുവാണെങ്കിൽ, നല്ല കളറുള്ള സാരിയൊക്കെ ധരിച്ച്, ഭയങ്കര ആഡംബരം എന്നല്ലട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ നീറ്റ് ആയിട്ട് ചെയ്യുക, ഭംഗി ഉണ്ടാവുക, കാണുമ്പോൾ ഒരു ഭംഗി തോന്നുക. അല്ലാണ്ട് കുറെ മാലയിട്ട് ഭയങ്കര തിളങ്ങണ സാരി ഉടുത്ത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നണം അല്ലെ? അപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വീട്ടിൽ ചെന്ന് പറയും, അമ്മ എന്റെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയാണ് ആ ടീച്ചറെ കാണാനായിട്ട്, ഇന്ന സാരി ആയിരുന്നു ടീച്ചർ ഉടുത്തിരുന്നത്. അപ്പൊ കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെന്നിട്ട് പാരന്റ്സിനോട് പറയും. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഈ കാര്യം ഇവിടെ പറയുന്നത് എന്തിനാണ്, അതായത് നമ്മൾ ഓരോരുത്തരും സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളെ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് ഒരു ക്ലാസ് റൂമിൽ നിൽക്കുക അല്ലെ? എല്ലാ കുട്ടികളും നമ്മുടെ നേർക്കാണ് കണ്ണ്, എല്ലാവരും നമ്മളെയാണ് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നല്ല ബെറ്റർ അല്ലെങ്കിൽ നല്ല ഗുഡ് ആയിട്ടുള്ള ഒന്നായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?
ടീച്ചറെ ഞാൻ ഇപ്പൊ 2 മാസം ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. KG സെക്ഷനിലായിരുന്നേ. അപ്പൊ കളർ ഡ്രസ്സ് ഇടുന്ന ദിവസം അപ്പൊ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് പിള്ളേരുടെ ഡ്രസ്സിന് മാച്ചാണ്. അവർ അന്നത്തെ ദിവസം മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കും, ഞാനും ടീച്ചർ ഇന്ന് മാച്ചിങ്ങിലാ വന്നേക്കുന്നത്, അങ്ങനെ ഇങ്ങനെ അതൊക്കെ. അവർക്കൊരു പ്രത്യേക സന്തോഷം അത്. അതെ അതെ, അങ്ങനെ അങ്ങനെ ഇതാക്കാറുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്. മാച്ചിങ് ഡ്രസ് ഒക്കെ ആണെങ്കിൽ ഞാനോ ടീച്ചർ ഒരുപോലെയാണ്, കണ്ടോ കൂട്ടുകാരോട് പറയും, കണ്ടോ ഞാനും ടീച്ചർ ഒരുപോലത്തെ ഡ്രസ്സാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ എപ്പോഴും പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് പോവുക. സാരിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നല്ല കോട്ടൺ സാരിയൊക്കെ കൊടുത്തിട്ട് പോവുക. അതാണ് എപ്പോഴും പെർഫെക്ഷൻ ഉണ്ടാവുക ടീച്ചേഴ്സിന് കേട്ടോ. കോട്ടൺ സാരിയൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ അധികം ആഡംബരമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സിമ്പിൾ ചെയിൻ, സിമ്പിൾ, അതുപോലെ തന്നെ കമ്മല്, പിന്നെ ഒരു വാച്ച്. വാച്ച് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു സിമ്പിൾ തന്നെയാണ് കേട്ടോ. വാച്ചൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അത് ഒരു വള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആകെ നമ്മള് ടീച്ചേഴ്സ് പിന്നെ നഖമൊക്കെ എപ്പോഴും വൃത്തിയായിട്ടൊക്കെ ഇരിക്കുക, നെയിലൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റ് ആയിട്ടിരിക്കുക, കാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുക. എപ്പോഴും നമ്മള് ഒരാളെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാലാണ് ആദ്യം നോക്കുക. അങ്ങനെയാണോ? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ? കാൽപാദം നോക്കാറുണ്ടോ? ഉണ്ടല്ലേ. അത് ക്ലീൻ ആയിട്ടാണ് ഇരിക്കണേന്ന് നോക്കും. അങ്ങനെ ക്ലീൻ ആയിട്ടാണെങ്കിൽ ആ വ്യക്തിയും നല്ല ക്ലീൻ ആണെന്നാണ് പറയുക. അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. കെയർ ഓഫ് പേഴ്സൺ ആണ്. നമുക്ക് പ്രാക്ടിക്കൽ ഏരിയയിൽ കെയർ ഓഫ് പേഴ്സൺ ഒക്കെ വരും. എങ്ങനെയാണ് നമ്മളെ സ്വയം കെയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കുട്ടികൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലല്ല വളർത്തുന്നത്, അതുപോലെ തന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് നാൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ടേണ്ടി വരും. എന്നാലും എന്ത് ചെയ്യുക, പിന്നെ അത് സെറ്റ് ആയിക്കോളും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക. ഓക്കെ. പിന്നെ മുടിയൊന്നും പാറി പറന്ന് ഇരിക്കാതെ മുടിയൊക്കെ എന്ത് ചെയ്യുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കട്ടെ. ഞാൻ ഇതിൽ പറഞ്ഞതിൽ ആഡംബരം എന്നതുകൊണ്ട് വരുന്നില്ല കേട്ടോ. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, റെഡി ആയാൽ മതി. പക്ഷെ കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ തോന്നണം, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? നല്ല രീതിയിൽ പോവാ കേട്ടോ. ഓക്കെ. എല്ലാവരും നല്ല രീതിയിലൊക്കെയാണ് പോകുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ. മാം ഇതുപോലെ ഉണ്ടല്ലോ, ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോ വേറെ ഈ ഓൺലൈനിൽ പഠിക്കുന്ന വേറൊരു കൊച്ചുണ്ടായി, ഞാനുണ്ടായി. അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകണതിന് മുമ്പേ പറഞ്ഞു വിട്ടിരുന്നു സാരി ധരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ഓൺലൈനിലാണ്, എന്നാലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട്. അപ്പൊ ഞാൻ ആ കൊച്ചു പോയതിന്റെ തലേന്നാണ് ഞാൻ പോയി, പിറ്റേന്നാണ് ആ കൊച്ചു വന്നത്. അപ്പൊ അവിടുത്തെ മിസ്സുമാര് പറഞ്ഞത് അതാ ഇതുപോലെ വരുന്നത്, അതായത് ഐഡന്റിറ്റി കാർഡ്, സാരി, ഇതൊക്കെ. ഞാൻ ചുരിദാറൊക്കെ ഇട്ടോണ്ടാ പോയത്, എനിക്ക് സാരി ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിളിച്ചു, എന്നെ ഞായറാഴ്ച വിളിച്ചു, ഞാൻ തിങ്കളാഴ്ച പോയി. അപ്പൊ ഒരു ഇത് എങ്ങനെ പോണ്ടേന്ന് പറഞ്ഞ ഇതുണ്ടായില്ലായിരുന്നു. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയിട്ടോ. നന്നായിട്ട് എനിക്കറിയായിരുന്നു, മുടി നന്നായിട്ട് കെട്ടണം, ഇതൊക്കെ അറിയായിരുന്നു. നല്ല നീറ്റിന് പോകണം, ഇതൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ എന്റേതായ ഇതിൽ ചുരിദാറൊക്കെ ഇട്ട് പോയി. ആ കൊച്ചവർ പറഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അടുത്ത പിള്ളേരൊക്കെ പറയും, എല്ലാ പിള്ളേരും മാച്ച് ചെയ്യും. എന്നിട്ട് പറയും, ഇത് മിസ്സിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് നല്ല ഡ്രസ്സാണ് കേട്ടോ, നല്ല ഉടുപ്പാട്ടോ എന്ന് പറയണ പിള്ളേര്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. വന്നിട്ട് എന്റെ ഡ്രസ്സൊക്കെ ചിലപ്പോ എന്റെ ഡ്രസ്സെ പിടിച്ച് ഇങ്ങനെ വലിക്കും അവര്. അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോ ഞാൻ കൂടുതലും നമ്മൾക്ക് അതായത് നമുക്കൊരു എന്താ പറയാ, പ്രത്യേകമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വരും സാരി ഉടുക്കുമ്പോൾ. ശരിയല്ലേ? ചുരിദാർ ഇടുന്നതിനേക്കാളും കൂടുതല് ആണോ? ശരിയാണോ? ഒരാൾ മാത്രമേ തപ്പ് ചെയ്തിട്ടുള്ളൂ. ചുരിദാർ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ചുരിദാർ നമുക്ക് ഇടാം. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് കൂടുതലും ചുരിദാർ തന്നെയാണ് ഇടുന്നത്. പക്ഷെ ഇടുന്ന കാര്യം കൃത്യമായിട്ട്, നമ്മൾ വിയർ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് നീറ്റ് ആയിട്ടിരിക്കുക. അയൺ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റുള്ള നമ്മളിപ്പോ അതായത് എനിക്ക് അതിന്റെ ഡിഫറൻസ് അറിയാം. അതായത് ഞാൻ പല സ്ഥാപനങ്ങളിലും പോയി പഠിപ്പിക്കുന്നതാണ്. അപ്പോ സാരി എടുത്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറാണല്ലോ, പക്ഷെ സാരി ഉടുത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്, ഇപ്പൊ നമ്മൾ നടത്തുന്നത് ഓൺലൈൻ ക്ലാസ് ആണ്. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്, അതായത് നമ്മൾ കുട്ടികളെ നേരിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാരി ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക രീതിയിൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. അത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ.
നമ്മളെ എന്താ പറയാ നമ്മൾ ബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാൻഡപ്പ് തന്നെ നമ്മൾ നിൽക്കുന്ന ലെവല് തന്നെ മാറിപ്പോകും. നമ്മുടെ ആ സ്ട്രക്ചർ രൂപം തന്നെ നമുക്ക് മാറിപ്പോകുന്ന രീതിയിലായിരിക്കും സാരി നമ്മൾ ഉടുക്കുമ്പോൾ ഉണ്ടാവുക. ചുരിദാർ ഇടുമ്പോൾ അതില്ലെന്നല്ല പറയുന്നത്. എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നത് ഇപ്പോഴും പഠിപ്പിക്കാനായിട്ട് അത് സാരിയിലാണ്. അപ്പൊ നിങ്ങളോടത് ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും ഇപ്പൊ ചുരിദാർ ഇട്ട് പോകുന്നവരുണ്ടാകാം, ഇടയ്ക്കൊക്കെ ഒന്ന് സാരി എടുത്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഏതാണ് ബെറ്റർ എന്ന് തോന്നും. ഓക്കെ, ചെയ്യുമല്ലോ അങ്ങനെ? ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്നോട് എക്സ്പീരിയൻസ് വന്ന് പറയണം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്. സഹദോന നോക്കില്ലേ? സഹദോന മാം ആ ഇനി പോകുമ്പോ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ഫീൽ ചെയ്യും എന്താണെന്ന് കേട്ടോ. അപ്പൊ എന്നിട്ട് എന്നോട് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നു. എന്തൊക്കെ മനസ്സിലായി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞേ ആരെങ്കിലും ഒക്കെ? എന്തൊക്കെ കാര്യങ്ങളാ പിടികിട്ടിയത്? ഒരാള് പറയിട്ടോ, മിണ്ടാതിരിക്കരുത്. ഒന്നും മനസ്സിലായില്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്? മാം ഇതിന്റെ തുടക്കം മുതൽ ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്നാലും ഞാൻ എന്റെ ഒരു ഇത് പരിധിയിൽ വെച്ചിട്ട് ഞാൻ പറയാം. ചിലപ്പോ തെറ്റായിരിക്കും കേട്ടോ, ചിരിക്കരുത്. ഇല്ല, പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള ആശയമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ളതാവാം. ചിലപ്പോൾ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം. പിന്നെ അങ്ങോട്ട് തിന്നൂല്ല. ബാക്കി എനിക്കറിയില്ല. ബാക്കി ആരെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാമോ? അഫ്നാമോളെ, അഫ്നാമോൾ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സുകളിലല്ലേ? ഞാനിപ്പോ 2 ക്ലാസ് കേട്ടോളൂ. 2 ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. ജീനോ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നല്ലോ. ജീന മാം ഓഫീസിലാണ് മാം. ഓഫീസിലാണ്. ഓക്കെ ഓക്കെ. പിന്നെ ആരാ പറയാതെന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ് മനസ്സിലായ കാര്യങ്ങളെന്ന്? പ്രിയ ജിജോ. പ്രിയ മാം ഞാനും ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ട്രെയിനിങ്ങിലായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞിപ്പോ ഇന്ന് ഈ ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. ക്രിസ്മസിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് ട്രെയിനിങ് നല്ലതായിരുന്നു. നല്ല എന്റെ മോള് പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും ഒരു അറിയാവുന്ന ടീച്ചേഴ്സ് ഒക്കെ ആയതുകൊണ്ട് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞു. പിള്ളേരെ അറിയാവുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പിള്ളേരുമായിട്ട് നമ്മളിപ്പം ഒരു ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുമായിട്ടായിരിക്കണം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് ചാപ്റ്റർ ബേസ് അറിയത്തില്ല കേട്ടോ, ഞാൻ കേട്ടില്ലായിരുന്നു ഈ ക്ലാസ്. കുട്ടികളുമായിട്ട് അപ്പൊ നമ്മൾ അവരോട് ഇച്ചിരി ഒന്ന് ഫ്രീ ആയിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ ഫുള്ള് നമ്മളോട് പറയും, അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും ഒക്കെ. അപ്പൊ നമ്മൾ അതിനൊക്കെ ഒന്ന് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുവാണെങ്കിൽ എല്ലാ കുട്ടികളും വന്ന് അവരുടെ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അപ്പൊ നമുക്ക് പിള്ളേരെ മനസ്സിലാക്കാൻ പറയും, പിള്ളേർ ഏത് സാഹചര്യത്തിൽ വരുന്നവരാകാം എന്നൊക്കെ. ഞാനിപ്പം ട്രെയിനിങ്ങിന് പോയെടുത്ത് ഒരുപാട് പിള്ളേരിങ്ങനെ ഫാമിലി പ്രശ്നങ്ങളുള്ളവരാ, പേരൻസും ഒക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് നമ്മളൊന്ന് അവരോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്ന് കൂടുതൽ സമയം നമ്മളോട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അന്ന് ഒരു കൊച്ചിന്റെ അമ്മ ഇല്ലെന്ന് പറഞ്ഞാല് അവർക്ക് മെന്റലി എന്തോ പ്രശ്നമുള്ളതാണ്. അപ്പൊ കൊച്ചൊക്കെ ഉണ്ടായതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പൊ ഈ കൊച്ചിനെ വളർത്തുന്നത് ഇതിന്റെ വല്യമ്മച്ചിയാ.
വല്യമ്മച്ചി വന്നിട്ട് അത് എന്നും വരുമ്പോ എന്നോട് പറയും, എനിക്ക് അമ്മയില്ലെന്ന് പറഞ്ഞ് അത് എൻ്റെ കൂടെ എപ്പോഴും കാണും. അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ആ ഒരു ഫീലിങ് കൊച്ചിനെ നമുക്ക് പറയാലോ. ഒരു കുഞ്ഞു കൊച്ച് നമ്മളോട് വന്നിട്ട് എൻ്റെ അമ്മയില്ല, എവിടെ പോയെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനോട് കൂടുതൽ സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് അതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അത് നമ്മളോട് അങ്ങ് പറയും, ഓപ്പണായിട്ട് അങ്ങ് പറയും, ഇന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തോന്നി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം കേട്ടോ. ചാപ്റ്റർ യൂണിറ്റ് 3 ആണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. കാണുന്നുണ്ടല്ലോ എല്ലാവരും? കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഒന്ന് വായിക്കട്ടോ. ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോഴൊന്ന് തമ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണ്. അതായത് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ എന്താ പറയാ നടത്തിപ്പ്, അതിന്റെ പ്ലാനിങ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, അതായത് ഇതിന്റെ മീനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നാണ് അവിടെ ശരിക്കും പറയേണ്ടത് കേട്ടോ. തെറ്റാണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മീനിങ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് അവിടെയുള്ള, അതായത് ആ സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചില പ്ലാനുകളും ചില പ്രോഗ്രാംസുകളും ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഒരു സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു സ്കൂൾ ആണെങ്കിൽ ആ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യാറുണ്ട്? ചില പ്ലാനുകൾ രൂപപ്പെടുത്താറുണ്ട്, ചില പ്രോഗ്രാംസുകൾ രൂപപ്പെടുത്താറുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികളെ അല്ലെങ്കിൽ പ്ലാൻസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഒറ്റയടിക്ക് നമ്മൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് ചോദിച്ചാല് ഇങ്ങനെയാ പറയാ കേട്ടോ. മനസ്സിലായോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസും പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ കമ്പയർ ചെയ്യാം, ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് നമ്മളൊരു സ്ഥാപനത്തില് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം? അതായത് ഒരു സ്ഥാപനത്തിന്റെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അവിടെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക.
റിസോഴ്സസ് എന്ന് പറഞ്ഞാല് അവിടെയുള്ള ടീച്ചേഴ്സ് വരും, അതുപോലെ ചിൽഡ്രൻസ് വരും, കുട്ടികൾ വരും, നോൺ ടീച്ചിങ് സ്റ്റാഫ് വരും, അതുപോലെ മാനേജ്മെന്റ് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥാപനത്തിന് മുന്നോട്ടുള്ള പദ്ധതി തയ്യാറാക്കുക. ഇവരൊക്കെ എന്താണ് ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ആവശ്യമാണ്. ആരൊക്കെയാണ്? ടീച്ചേഴ്സ് ആവശ്യമാണ്, മാനേജ്മെന്റ് ആവശ്യമാണ്, കുട്ടികൾ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിന് മുന്നോട്ടുള്ള പദ്ധതികള് ആസൂത്രണം ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനം ഒരു പ്ലാനിങ് നടത്തുന്നത്? ഇപ്പൊ നമ്മളായാലും ഒരു എന്താ പറയാ, നിങ്ങളിപ്പോ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തില് ടീച്ചിങ്ങിനായിട്ട് അല്ലെങ്കിൽ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുക അല്ലെ. അപ്പൊ ഒരു എയിം ഉണ്ടാവും നമുക്ക്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത്. നമുക്കൊരു ജോലിയെ നമ്മൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ തന്നെ പ്ലാൻ തയ്യാറാക്കി വെക്കും. അപ്പോ ഇതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസിന്റെ റിസൾട്ടുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് സ്റ്റുഡൻസ് നല്ല രീതിയിൽ പഠിച്ച് പാസ് ആവുന്നതിന് വേണ്ടിയിട്ട്, അത് മാത്രമല്ല നല്ല രീതിയിലുള്ള കുട്ടികളെ, നല്ല രീതിയിലുള്ള പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ ആദ്യത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് നല്ല രീതിയിലുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ടീച്ചർമാരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നടത്താറുണ്ട്. അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, മറ്റു പല അക്കാദമിക് ആയിട്ടും നോൺ അക്കാദമിക് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസുകള് സ്കൂളുകള് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടീച്ചർമാരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓരോ ദിവസം അവരെന്ത് ചെയ്യാണ്, കുട്ടികളെ പഠിപ്പിച്ച് അവരതിനകത്ത് എക്സ്പേർട്ട് ആവുകയാണ് അല്ലെ. അപ്പോ അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ എയിമില് ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് ദ സ്റ്റുഡൻസിന്റെ റിസൾട്ടുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർമാർക്ക്, അതായത് അവരുടെ ലേണിംഗ് മെത്തേഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താ പറയാ, നമ്മുടെ സ്കൂളിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസം ചെല്ലുന്നതോറും എന്താ പറയുക, മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കില്ല പിറ്റേ ദിവസം ചെയ്യുക അല്ലെ. അതായത് ഇപ്പൊ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിൽ ഒക്കെയാണ്. അതുപോലെ ഇപ്പൊ ഒരു സ്പോർട്സ് ഡേ ഒരു ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യില്ല, സ്പോർട്സ് ഡേ വെക്കില്ല അല്ലെ. വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇപ്പൊ ആനുവൽ ഡേ സെലിബ്രേഷൻ വെക്കാം, അതിനനുസരിച്ച് ആ സ്കൂളിന്റെ പ്ലാനിങ്ങിൽ മാറ്റം വരാം. അതുപോലെ സ്പോർട്സ് ഡേ വയ്ക്കാം, അതിനനുസരിച്ച് ആ സ്കൂളിന്റെ ഇതിൽ മാറ്റങ്ങൾ വരാം. അപ്പോ സ്കൂളിന്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഈ പ്ലാനിങ്ങുകള് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിങ് നടത്തുന്നത് സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ ഓർത്തിരിക്കാം. പിന്നെ പ്രത്യേകമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു സ്കൂളില് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ജോലി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എവിടെയാണ് അത് ചെയ്യേണ്ടത്, ആരാണ് അത് ചെയ്തു തീർക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ, വാട്ട് വർക്ക് ഈസ് ടു ബി ഡൺ, സ്കൂളിലെ ജോലി എന്താണ്, മെയിൻ ആയിട്ടുള്ള ജോലി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എപ്പോഴാണ് സ്കൂൾ സമയം, ഒരു സമയം ഉണ്ടാവും അല്ലെ, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയം ഉണ്ടാവും. അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടാണ്, ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ്, എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കുകളും അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള, അതായത് ഇങ്ങനത്തെ എന്താണ്, ആരാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഉത്തരവാദികളായിട്ടുള്ളവര്, ഇവരെ കുറിച്ചിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തത് ആസൂത്രണം ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവരുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ?
അടുത്തത് പറഞ്ഞോട്ടെ. നോക്കിയേ നിങ്ങള് ചില ഫാക്ടേഴ്സ് ഉണ്ട് പ്ലാനിങ്ങില് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വർക്ക് ഫാക്ടർ ആണ്. വർക്ക് ഫാക്ടറിൽ വരുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ഓർ കോംപ്ലക്സ്, ടൈം ഓപ്പറേഷൻ ഓർ റെപ്പിറ്റേറ്റീവ്. അതായത് വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാല് സ്കൂളിന്റെ ജോലി എന്ന് പറയുന്നത് സിമ്പിൾ ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ, അതായത് എളുപ്പമാണോ അല്ലെങ്കിൽ സങ്കീർണമാണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇത് ഫാക്ടേഴ്സിൽ വരുന്നതാണ് കേട്ടോ. എന്തൊക്കെ ജോലികളാണ് ടീച്ചേഴ്സിന് കൊടുക്കുന്നത്, അത് സിമ്പിൾ ആണോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണോ, അതുപോലെ തന്നെ അതിന്റെ ടൈം എപ്പോഴാണ് വരുന്നത്, അത് തുടർച്ചയായിട്ടാണോ വരുന്നത്, റെപ്പിറ്റേറ്റീവ് ആയിട്ടാണോ വരുന്നത്, അതാണ് വർക്ക് ഫാക്ടർ. ദെൻ രണ്ടാമത്തത് സ്റ്റാഫ് ഫാക്ടർ ആണ്. സ്റ്റാഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്. അതായത് ഒരു സ്കൂളിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾക്ക് എത്രയധികം ടാലന്റ് ഉണ്ട്, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ ടാലൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദെൻ മൂന്നാമത്തത് കോസ്റ്റ് ഫാക്ടർ ആണ്. യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഈ ഇതൊരു എന്താ പറയാ കോസ്റ്റ് ഫാക്ടർ വരുന്നത് നമ്മൾ ഈ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നുണ്ടല്ലോ, അത് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആണോ, അവർക്ക് ഉപയോഗപ്രദമാണോ, അതുപോലെ തന്നെ ടീച്ചർമാർക്കും അതുപോലെ തന്നെ സമൂഹത്തിനും യൂസ്ഫുൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ടൈം ഫാക്ടർ വരുന്നത് അർജൻസി ഓഫ് ദ പ്ലാൻ. അതായത് ഈ പ്ലാൻ എത്ര നാൾ കൊണ്ട് നടപ്പിലാക്കണം. ഇപ്പൊ ഒരു സ്കൂള് വിചാരിക്കണം 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് അവിടെയുള്ള കുട്ടികളെ നല്ല രീതിയിൽ മാർക്ക് മേടിക്കാനായിട്ട് പ്രാപ്തരാക്കുക എന്നതാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാൻ എങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കും അല്ലെ. അപ്പോ ആ നടപ്പിലാക്കുന്ന ഒരു കാലയളവുണ്ട്, ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മളൊരു ഒരു കാര്യത്തിന് എയിം വെക്കുന്നത് അല്ലെ. അപ്പോ ആ ഒരു പ്ലാൻ നടപ്പിലാക്കേണ്ട അത്യാവശ്യം എന്താണ്, അതിന്റെ ടൈം പീരീഡ് എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ദെൻ എക്യുപ്മെന്റ് ഫാക്ടറിൽ വരുന്നത് മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. അതായത് സ്കൂളിന്റെ നടത്തത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൽ എന്തൊക്കെ വരാം, ബെഞ്ച് വരാം, ഡെസ്ക് വരാം, ബോർഡ് വരാം, ഡസ്റ്റർ വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്ലാസ് റൂമുകൾ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതിൽ വരുന്നതാണ്, മെറ്റീരിയൽസിൽ വരുന്നതാണ്. ദെൻ മെഷീൻസ്, എന്തൊക്കെ ഉപകരണങ്ങൾ നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്പേസ് എന്താണ്, അതായത് എത്രയധികം സ്പേസിലാണ് എന്ത് ചെയ്യുക കുട്ടികളെ ഇരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മളൊന്ന് ആ ഫാക്ടേഴ്സ് എന്താണെന്ന് അറിഞ്ഞ്, അത് പ്രധാനമായിട്ടും വർക്ക് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, ദെൻ കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയാമോ ആരെങ്കിലും? എന്താണ് പറയുന്നേ? എളുപ്പമാണ് നമുക്ക് ഈ ഒരു പാരാഗ്രാഫ് തന്നിരിക്കുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സഹദൂന എന്ന് പറഞ്ഞേ വായിച്ചിട്ട്. ഇത് മൊത്തം വായിച്ചിട്ടാണ് പറയുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വായിച്ചില്ലേ? അപ്പൊ നേരത്തെ വായിച്ചായിരുന്നോ? ഇല്ല വായിച്ചിട്ടില്ല, ഞാൻ മേളിൽ വായിച്ചിട്ടുള്ളൂ. ആണല്ലേ, എന്നാ എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വായിക്കാം.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം. ഒന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു എന്താണ് സാമ്പത്തിക സഹായം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഫീസ് പിരിക്കേണ്ട ചുമതല ഒരു അധ്യാപകനെയാണ് ഏൽപ്പിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപന മേധാവി അധ്യാപകർക്ക് ഫീസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചുമതല ഏൽക്കേണ്ട വരും. പിന്നെ സ്കൂളില് ഫിനാൻസ്, അതുപോലെ തന്നെ ബഡ്ജറ്റ്, പിന്നെ അക്കൗണ്ടിങ് നടപടിക്രമങ്ങൾ എന്നിവയുടെയൊക്കെ ഇതൊക്കെ മാനേജ്മെന്റ് ആണ് ഈ കൈകാര്യം ചെയ്യണത്. ഇതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ മാനേജ്മെന്റ് ആണ് കൈകാര്യം ചെയ്യണത്. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് നൽകണം. അത്ര മനസ്സിലായതല്ലേ? അതായത് സ്കൂളിന്റെ സ്ഥലത്തിനെ ആശ്രയിച്ചാണ് നമ്മൾ ഫീസ് കളക്ട് ചെയ്യുക. സ്കൂളിന്റെ എത്രയാണോ സ്ട്രെങ്ത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഫീസ് കളക്ട് ചെയ്യും അല്ലെ? കുട്ടികളുടെ ഫീസ് കളക്ട് ചെയ്യാറില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിന്നൊക്കെ ഫീസ് കളക്ട് ചെയ്യാറുണ്ടോ? നിങ്ങൾ കൊടുത്തുവിടാറുണ്ടോ ഫീസ്? ഉണ്ട്. ഓക്കെ. ഫീസ് പിരിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിരിക്കുന്നത് ഓരോ ടീച്ചേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അവരുടെ ക്ലാസ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നിശ്ചിതമായിട്ട് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് ഫീസ് പിരിക്കാനായിട്ടുള്ള ചുമതല ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? അധ്യാപകർക്കാണ് കൊടുത്തിരിക്കുന്നത്, ടീച്ചേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എംഫസൈസസ് ദ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് ഊന്നൽ നൽകുന്നത് എന്തിനാണ്? സ്കൂളിന്റെ ഫിനാൻസ്, ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫീസ് പിരിക്കാന്നുള്ളത്, അതായത് ഈ കാര്യങ്ങളൊക്കെ അധ്യാപകരെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് സ്കൂളിന്റെ ഹെഡിനാണ്. സ്കൂളിന്റെ ഹെഡ് പറയുന്ന അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് ഫീസ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഈ കളക്ട് ചെയ്യുന്ന തുക എന്തിനു വേണ്ടിയിട്ടാണ്, ഫീസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്കൂളുകാർ ഫീസ് ഉപയോഗിക്കുന്നത്? കുട്ടികളിൽ ഫീസ് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ആ തുക വിനിയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? അത് ടീച്ചേഴ്സിന്റെ സാലറി, അതുപോലെ സ്കൂളിലെ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വർക്കുകൾ എന്തെങ്കിലും വരുമ്പോൾ, അതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസ് വരുന്ന സമയത്ത് അതിന് ഉപയോഗിക്കാൻ എല്ലാം ഈ ഫീസ്. ഇപ്പം PTA ഫണ്ടിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ചിലർ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ, ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് എന്തെങ്കിലും, ഇപ്പം ഒരു ചോക്കാണെങ്കിലും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളാകുമ്പോൾ നമുക്ക് അതിൻ്റെത് അറിയില്ല, അതെല്ലാം അവർക്ക് കിട്ടുന്നതാണ്. പക്ഷേ സാലറി ആണെങ്കിലും എല്ലാം കൃത്യസമയത്തിന് കിട്ടും. പക്ഷെ അതല്ലാതെ വരുന്ന പ്രൈവറ്റ് സ്കൂളുകളിലെല്ലാം ഈ ഫീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റുള്ള ചെലവുകളും എല്ലാം ഇരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഫീസ് കളക്ട് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ ഇപ്പൊ ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളിലാണെങ്കിൽ അവിടെ LKG ഇത് സെക്ഷൻ തനിയാണ്, അതിന് അപ്രൂവൽ ഇല്ല. ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാത്തത് കാരണം ടീച്ചേഴ്സിനുള്ള സാലറിയും എല്ലാ കാര്യങ്ങളും PTA ഫണ്ടിൽ നിന്നാണ് കളക്ട് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പം PTA അപ്പോൾ സ്കൂളിന്റെ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും PTA ഫണ്ട് കളക്ട് ചെയ്യുക. അവർ PTA ഒരു വിഹിതമായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നേ? അതായത് നമ്മള് കുട്ടികളിൽ നിന്ന് ഫീസ് ജീന പറഞ്ഞ പോലെ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ടീച്ചേഴ്സിന്റെ സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി എന്ത് ചെയ്യാറുണ്ട്, ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നടത്തിപ്പിന് വേണ്ടിയിട്ട്, സ്കൂളിൽ പല കാര്യങ്ങളും ഓരോ ദിവസം ചെയ്യാനുണ്ടാകും. അപ്പൊ അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്കൂളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ സ്കൂളിന് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ സ്ഥാപനങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താറുണ്ട്. അതിനെ ബഡ്ജറ്റിംഗ് എന്നാ പറയുക അല്ലെ, ബഡ്ജറ്റ് എന്ന് പറയും. എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് എന്താണ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഇയർ. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം, നമ്മൾക്ക് ചിലവാകുന്ന തുക അല്ലെ, നമ്മുടെ വരവ് ചെലവ്, ഈ രണ്ട് കാര്യങ്ങൾ തമ്മില് എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഒന്ന് രേഖപ്പെടുത്തുന്ന രീതിയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സ്ഥാപനങ്ങൾക്കും എന്തുണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ സ്കൂളിലും എന്തുണ്ട്, ബഡ്ജറ്റ് ഉണ്ടാവാറുണ്ട്. ഒരു വർഷത്തേക്കുള്ള അവരുടെ വരവ് അല്ലെങ്കിൽ എന്താ പറയാ റവന്യൂ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കിട്ടുക, അവരുടെ ചെലവ് ഏതൊക്കെ രീതിയിലാണ് സ്കൂളിന്റെ ചെലവുകൾ പോവുക, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്ന ഒരു രീതിയാണ് സ്കൂൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എവിടെ നിന്നൊക്കെയാണ് നമുക്ക് റവന്യൂ വരിക, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ചെലവ് പോവുക എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യാറുണ്ട്, ബഡ്ജറ്റ് തയ്യാറാക്കാറുണ്ടോ? ഒരു മാസത്തെ ബഡ്ജറ്റ് ആരൊക്കെ റെഡിയാക്കാറുണ്ട്? ആരുമില്ല, ആരും ചെയ്യാറില്ലേ ബഡ്ജറ്റും കാര്യം? ഒരു മാസത്തെ വരവ് ചെലവ് കണക്കുകളൊക്കെ സൂക്ഷിച്ചു വെക്കാറില്ലേ? ഇല്ല, ചെയ്യാറില്ല. ചെയ്യാറില്ല. എന്താണ് ചെയ്യാത്തത്? സമയം കിട്ടാറില്ലേ സഹദോന? അതുകൊണ്ടല്ല, ഹസ്ബൻഡ് അങ്ങനെ പറയാറില്ല ചെലവിന്റെ കണക്കൊന്നും, നമ്മളും പറയാറില്ല, അതിനെപ്പറ്റി സംസാരിക്കാറില്ല. അതാണ് തന്നെ. അതുകൊണ്ട് അല്ലേ, ഓക്കെ. അതായത് നമ്മള് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ചെയ്താലും നല്ലതാണ്. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു മാസം നമുക്ക് എവിടെയാണ് നമുക്ക് അധിക ചെലവുകൾ വരുന്നത്, ഇതിൽ നിന്നാണ് നമുക്ക് പണം കൂടുതലായിട്ട് ചെലവാകുന്നത്, നമുക്ക് എവിടെ നിന്നാണ് ഇൻകം വരുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഒരു മാസത്തെ ബഡ്ജറ്റ് തയ്യാറാക്കണം. എന്നിട്ട് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്തും അറിയില്ല നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അധിക ചെലവ് എവിടെയാണ്, നമുക്ക് എങ്ങനെയാണ് എക്സ്പെൻസ് വരുന്നത് എത്ര, അതുപോലെ തന്നെ റവന്യൂ എവിടെ നിന്നൊക്കെ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങൾക്കാണ് നമ്മൾക്ക് എക്സ്പെൻസ് വരുന്നത്. അപ്പോ അടുത്ത മാസം നമ്മൾ അതിനകത്ത് കുറച്ച് കഴിഞ്ഞാല് നമ്മളുടെ കയ്യിൽ റവന്യൂ കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഒരു മാസത്തെ പലചരക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5000 രൂപ മാറ്റി വെച്ചെന്ന് വിചാരിക്കുക. ആ 5000 രൂപയിൽ തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ അധികമായിട്ട് വാങ്ങിയിട്ടുണ്ടാകും, പക്ഷെ നമുക്ക് അത് ഉപയോഗപ്രദമല്ലാത്തതായിരിക്കാം. ഇത് നമ്മൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തൊട്ടടുത്ത മാസം അത് കുറച്ച് വാങ്ങുകയും അതിൽ നിന്ന് മിച്ചം പിടിക്കുകയും ചെയ്യാം. കുറെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അധികമായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ചിലപ്പോ അത് കേടായി പോകും, ഡാമേജ് ആയി പോകും, പിന്നെ നമ്മൾ അത് എടുത്തു കളയാ ചെയ്യാറ്. അങ്ങനെ വരാറുണ്ടോ നിങ്ങൾക്ക്? വരാറുണ്ടോ? അപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ബില്ല് തന്നെ ഉണ്ടാവും, ഒരു മാസം ഇത്ര രൂപ എന്നുള്ളത് ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഇതില് കൂടുതൽ ചെലവായിരിക്കുന്നത്, എത്ര രൂപയാണ് ചെലവായിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ആൾക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി വരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് പ്രതിരോധ ശക്തി കുറവായത് കൊണ്ടാണ്. അപ്പൊ അതില്ലാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഓക്കെ, അത് നല്ലതാണ്. നമ്മുടെ ജീവിതം വളരെ നമ്മൾ ആദ്യം തുടങ്ങി അത് ശീലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇടയ്ക്കൊക്കെ വെച്ച് ചെയ്യാത്ത ഒരാളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പിന്നെ കുറച്ചൊക്കെ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ അവർ എഴുതിയൊന്നും വെക്കില്ല, അവരുടെ എന്താ പറയാ മൈൻഡിലായിരിക്കും ഉണ്ടായിരിക്കുക കണക്കുകളും കാര്യങ്ങളും ഒക്കെ. പണ്ടത്തെ ആളുകളിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. ഒരു മാസം എത്ര രൂപയാണ് ചെലവാകേണ്ടത്, ഒരു മാസം എത്രയാണ് റവന്യൂ വരേണ്ടതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ അമ്മൂമ്മമാരോടോ അപ്പൂപ്പന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മതി, അവർക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ
ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, കുറച്ച് ദിവസം ഒന്ന് ചെയ്തു നോക്കുക, പറയാൻ പറ്റും എവിടേക്കാണ് നമ്മുടെ പൈസ പോകുന്നത്, എവിടേക്കാണ് നമുക്ക് റവന്യൂ വരുന്നത്. നമുക്ക് മിച്ചം കിട്ടണമല്ലോ, എന്തിനു വേണ്ടിയാണ്? നമുക്ക് നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത്. നമുക്ക് നഷ്ടം ഉണ്ടാവരുത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചം വരണമെങ്കിൽ ഇതൊന്ന് ഈ ഒരു രീതി ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് വായിച്ചോളൂ കേട്ടോ. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. ഓക്കെ, വായിച്ചോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ടൈം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, അപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. എന്തൊക്കെയാണ് ഇതിനകത്ത് ഇല്ലാത്ത ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് വരിക. ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ഉണ്ടല്ലോ, സ്കൂൾ ഹെഡ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇന്ന് എടുത്തത് ക്ലിയർ ആയോ? എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. വായിച്ചിട്ട് വരിക. താങ്ക് യു മാം. ഓക്കെ മാം, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു മാം, ഒരു ഡൗട്ട്. പറഞ്ഞോ. റെക്കോർഡ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് മാം. നമ്മുടെ 5 റെക്കോർഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതില് അപ്പാരറ്റസ് റെക്കോർഡ് എന്ന് കാണുന്നുണ്ട്. അത് എന്താണ് അത് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പാരറ്റസ് റെക്കോർഡോ? ആ, അതിനെ കുറിച്ച് മാം ഇല്ലസ്ട്രേഷൻ പിന്നെ റൈമിങ്ങിന്റെ ഒരെണ്ണം, പിന്നെ സ്റ്റോറി റൈറ്റിന്റെ മാത്രമാണ്. 3 റെക്കോർഡാണ് ഇപ്പൊ ജിഷ മാം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം പറഞ്ഞിട്ടില്ല. അത് ഇനി ക്ലാസ്സിൽ പറയും. ഈ 3 റെക്കോർഡ് തീർത്തു വെക്കാനാണ് ഞങ്ങളോട് എല്ലാവരോടും ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അപ്പാരറ്റസിന്റെ റെക്കോർഡ് നമുക്ക് പ്രാക്ടിക്കൽസ് വരുമ്പോഴാണ് ചെയ്യിപ്പിക്കാൻ തോന്നുന്നത് കേട്ടോ. ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്യണതാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു റെക്കോർഡ് ഇനി പറയുള്ളൂ. ഈ 3 എണ്ണം ഞങ്ങൾ തീർത്ത് കഴിഞ്ഞിട്ട് ബാക്കി തരേയുള്ളൂ. തന്നോളൂ കേട്ടോ. റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ മെസ്സേജ് ചെയ്യിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ വരുമ്പോഴാണ് അപ്പാരറ്റസിന്റെ റെക്കോർഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് എന്റെ ഓർമ്മ. അങ്ങനെയാണ് മുമ്പത്തെ പിള്ളേർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഓക്കെ, ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. മാം.